മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ സൈനുലാബ്ദീൻ സാഹിബ് നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ദേശീയ കമ്മിറ്റിയിലേക്ക് ഒരു ഇടം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലയളവിലൊക്കെ അറിയപ്പെട്ടിരുന്നത് പ്രവാസികൾ പ്രത്യേകിച്ച് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച പല പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തി എന്നാണ്. ഒരു അംഗീകാരം തേടിയെത്തുമ്പോൾ എത്തരത്തിലാണ് അതിനെ കാണുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിലെ 17 സ്ഥാനങ്ങളിലും വിപുലമായ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചൊരു കാലഘട്ടമാണിത്. എല്ലാ ഗ്രാസ് റൂട്ടിലും പാർട്ടിയെ സംഘടിപ്പിക്കാൻ ഇപ്പോൾ KMCCയും പ്രവാസ ലോകത്തെ ശക്തമായി പോകുന്നു. അതിനുകൂടിയുള്ള ഒരു അംഗീകാരമായി ഒരു ഉത്തരവാദിത്തം പാർട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ശക്തമായി പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ചേർന്ന് പോവുകയും ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതിനൊക്കെ കൊണ്ടുവരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ നോക്കി ലീഡേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ ചെയ്യുമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളുടെ വിഷയത്തിൽ ഇനിയുള്ള ഈ വോട്ടവകാശവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കുറേ പോരാടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദേശീയ കൗൺസിൽ അംഗം എന്ന രീതിയിൽ കുറേ കൂടി അതിനൊക്കെ ശക്തി പകരുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇങ്ങനെ ഈ സീനിയേഴ്സിൻ്റെ കൂടെ ഒരിടം കിട്ടുമ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് പാർലമെൻറ്റിൽ നമ്മുടെ അംഗങ്ങളെ കൊണ്ടും അല്ലാത്ത ആളുകളെ കൊണ്ടൊക്കെ ശ്രദ്ധിപ്പിക്കാൻ, അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ, വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യമായിരുന്നാലും മറ്റ് പ്രവാസികൾ അനുഭവിക്കുന്ന ഈ എയർ ഫെയർ കാര്യങ്ങളായൊക്കെ അതിലൊക്കെ തീർച്ചയായും വിട്ടുവീഴ്ചയില്ലാതെ പരിശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലീഗിൻ്റെ ഒരു ബേസ് അല്ലെങ്കിൽ ലീഗിന് കുറേയധികം സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഈ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെയും. KMCC ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ അവിടെ ചാരിറ്റി പ്രവർത്തനം എന്നതിനപ്പുറം ആ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്ത് സാധ്യതയാണ് ഇപ്പോഴുള്ളത്? അവിടെ വെച്ച് ഒരു സാധ്യതയില്ലല്ലോ. കാരണം പ്രവാസ ലോകം എന്ന് പറയുമ്പോൾ രാജഭരണം നടക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ ഇതിനൊക്കെ ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടുക എളുപ്പമല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനക്കും അല്ല സാംസ്കാരിക സംഘടനക്കൊന്നും അവിടെ അതിന് വല്ല രജിസ്ട്രേഷൻ ഇല്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ സൈബറിടത്തൊക്കെ കൂടുതലായിട്ട് ഇടപെടുത്താൻ കഴിയുമല്ലോ. തീർച്ചയായും. അവിടെ എഡ്യൂക്കേറ്റഡ് ടീമും വിഷനുള്ള ആളുകളും ഉള്ളതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നന്നായിട്ട് അവിടുത്തെ അച്ചടക്കത്തോടു കൂടെ ഇതിൽ ഒരുപാട് ഇടപെടാനും ഇതിനൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ക്രോഡീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.